What is this? What? ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഹാലിഫാക്സിലേക്ക് പോവുകയാണ്. അല്ലേ ഉണ്ണി? നമ്മൾ തിരിച്ച് ഹാലിഫാക്സിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കൊച്ചു വീഡിയോ ആണ് ഇന്നത്തെ. അപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റിലെത്തി. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് വരൂ. അങ്ങനെ വല്യച്ഛൻ്റെ വല്യമ്മടുത്തുനിന്നു മീൻകുട്ടി ഹാലിഫാക്സിലേക്ക് തിരിച്ചു പോവുകയാണ്. വല്യച്ഛൻ അതുകൊണ്ട് തന്നെ എന്നും ഷൂസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വീട്ടിൽ നിന്ന് എയർപോർട്ടിലേക്ക് നമുക്കൊരു 20 മിനിറ്റിൻ്റെയൊക്കെ യാത്രയാണുള്ളത്. ഞങ്ങൾ വേഗം തന്നെ ഇറങ്ങി, ലേറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇതാണ് ഇവരുടെ വീട്. നമുക്ക് ഈ ഭാഗമൊക്കെ നോക്കിച്ചാൽ ഒരേപോലത്തെ വീടുകളായി തോന്നും. ഞങ്ങൾ ഏകദേശം 1 മാസമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇനി തിരിച്ച് ഹാലിഫാക്സിലെ വിശേഷങ്ങളാണ് നിങ്ങൾ കാണുക. ഞങ്ങൾ വരുമ്പോൾ ഇത്ര പച്ചപ്പൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം വരണ്ട് കിടക്കുമായിരുന്നു. ഇപ്പം ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ എല്ലായിടും പച്ചപ്പൊക്കെ ആയിക്കഴിഞ്ഞു. അങ്ങനെ അവരോട് രണ്ടാളോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ അകത്തേക്ക് പോവാണ്. അവർക്ക് അധിക നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല, കാറുകൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞങ്ങൾ അകത്തേക്ക് പോവുകയാണ്, അവർ തിരിച്ചു പോവുകയാണ്. ഞങ്ങൾ ഫ്ലെയറിൻ്റെ ഫ്ലൈറ്റിലാണ് വന്നതും തിരിച്ചു പോകുന്നതും. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നതും ഫ്ലെയറിൻ്റെ ഫ്ലൈറ്റിൽ തന്നെയായിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ ഇല്ലാത്ത ഒരു പ്രശ്നം ഇപ്രാവശ്യം ഉണ്ടായി. ഈ ബാഗിന് ഞങ്ങൾക്ക് എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വന്നു. അമ്മയ്ക്ക് ഉണ്ണി വാങ്ങിയതാ? താങ്ക് യു ഉണ്ണി. ഓക്കെ, ഉണ്ണി പറഞ്ഞിട്ടാ വാങ്ങി. ഞങ്ങൾ അവസാനം ടിം ഹോട്ടൽസിൽ എത്തിയിരിക്കുകയാണ് ഒരു ചായ കുടിക്കാൻ. മീൻകുട്ടി ഇതാ ഒരു ഡോണറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അമ്മയുടെ ഇതിക്ക് നോക്ക് ഫോണിൽ. മിനി ഫ്ലൈറ്റുകൾ നോക്കി നിൽക്കുകയായിരുന്നു. വിളിച്ചിട്ട് ആൾ വരുന്നുണ്ടായിരുന്നില്ല. നമുക്ക് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ അവിടേക്ക് പോകാം. ഞങ്ങളുടെ സീറ്റ് നമ്പർ 19 ആയിരുന്നു. ഞങ്ങൾ സെലക്ട് ചെയ്യുക തന്നെ ചെയ്തത്. എക്സ്ട്രാ പൈസ നമ്മൾ കൊടുക്കണം. പക്ഷേ മിഴിയുള്ളത് കൊണ്ട് 3 പേരും ഒരുമിച്ചിരിക്കുകയാണ് നല്ലത്. അല്ലെങ്കിൽ ഓരോരുത്തരും ഓരോ സ്ഥലത്താണെങ്കിൽ ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചു. നീ ഒറ്റക്കിട്ട് ഗുഡ് ജോബ്. നീ ഇത് ഇറങ്ങുമ്പോഴേ നമ്മൾ അടിക്കാൻ പാടും. ഓക്കെ ഓക്കെ ആണോ? ഒരാൾ എങ്ങനെയൊക്കെയാണ് അല്ലേ, എല്ലാം പഠിക്കണം. മനസ്സിലായോ എല്ലാം? ഓക്കെ. സേഫ്റ്റി ഇൻഫർമേഷനാ ഫുള്ള് ഉണ്ണി? എല്ലാം സേഫ്റ്റി ഇൻഫർമേഷൻ ആണോ ഉണ്ണി പഠിക്കിയത്? അതിനാ സീറ്റ് ബെൽറ്റ് ഇടുന്നത് അല്ലേ? ഓക്കെ ശരി. ഉണ്ണി സീറ്റ് ബെൽറ്റ് ഇട്ടില്ലേ? അഴിച്ചിട്ടില്ലല്ലോ? ഓക്കെ ഓക്കെ ഗുഡ് ഗുഡ്. അച്ഛൻ ഇട്ടോളൂ. Your safety features card is located in the seat pocket in front of you. Please take out the card. Ma'am, miss you, Mama Sisi. Okay. അവരോട് വരാൻ പറയും. ഓക്കെ. Yeah.
ഒരാൾ ഫ്ലൈറ്റ് എടുക്കുമ്പോഴാണ് വലിയച്ഛനെയും വലിയമ്മേനെയും മിസ് ചെയ്യുന്നത്. വലിയച്ഛനെയും വലിയമ്മേനെയും അവൾ വിളിക്കുന്നത് മാമ ചേച്ചി എന്നാണ്. എളുപ്പത്തിൽ എന്താണ് വിളിക്കാൻ പറ്റുക അതാണ് ആൾ വിളിക്കുക. നമ്മുടെ ഫ്ലൈറ്റ് കുറച്ച് നേരം അവിടെ നിർത്തിയിട്ടു കേട്ടോ. കാരണം 2 ഫ്ലൈറ്റുകൾ വരാനുണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്ലൈറ്റ് വരുന്ന കാഴ്ചയൊക്കെ ഞങ്ങൾ നോക്കിയിരുന്നു. കാണാല്ലേ? അങ്ങനെ 2 ഫ്ലൈറ്റുകൾ ഇറക്കിയതിന് ശേഷം ഞങ്ങൾ പൊങ്ങി. അങ്ങനെ ഞങ്ങൾ മോൺട്രിയൽ വിട്ട് ഞങ്ങളുടെ സ്വന്തം ഹാലിഫാക്സിലേക്ക് പോവുകയാണ്. ഞങ്ങളങ്ങനെ ഹാലിഫാക്സിലെത്തി. ഞങ്ങൾ എത്തിയ സമയത്ത് നല്ല മഴയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇനി ലഗേജ് എടുക്കാൻ പോവാണ്. നമ്മുടെ ലഗേജൊക്കെ കിട്ടിയെങ്കിലും നമ്മുടെ കാർ സീറ്റ് മാത്രം വന്നിട്ടില്ല. ഞങ്ങൾ അത് തപ്പി നിൽക്കുകയാണ്. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് മാത്രമാണ് വരാത്തത്. പിന്നെ നോക്കുമ്പോഴല്ലേ ഒരു കൂട്ടം ആൾക്കാരുണ്ട് കാർ സീറ്റും വേറെ ഏതൊക്കെയോ ലഗേജും ഒക്കെ കിട്ടാത്തവർ. ഞങ്ങളെല്ലാവരും കൂടി അവിടെ ഒരാളോട് പോയി പരാതി ബോധിപ്പിച്ചു. അപ്പോഴേക്കും ഞങ്ങളൊരു 1 മണിക്കൂറോളം ഏകദേശം വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. ആദ്യം ഞങ്ങൾ ഇപ്പോൾ വരുമെന്ന് വിചാരിച്ച് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തു. പിന്നെ അവിടുത്തെ ഫ്ലെയറിൻ്റെ ആൾക്കാർ വരാൻ വേണ്ടി ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തു. അങ്ങനെ വെയിറ്റ് ചെയ്തു ഒരു വഴിയായി. എയർപോർട്ടിലെത്തി. പക്ഷേ നമ്മുടെ കാർ സീറ്റ് മിസ്സായി. അപ്പോൾ കാർ സീറ്റിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. കുറേ നേരമായി കാത്തിരിക്കും, 1 മണിക്കൂറായി. ഇനി അവർ പുതിയൊരു കാർ സീറ്റ് നമുക്ക് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പഴയ കാർ സീറ്റ് കിട്ടിയെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് ഡെലിവറി ചെയ്യും. അല്ലേ ഉണ്ണി? ഉണ്ണിയുടെ പഴയ കാർ സീറ്റ് പോയിട്ട് ഉണ്ണിക്ക് സങ്കടം ഉണ്ടോ? ആണോ? ഓക്കെ. ബ്ലാക്ക് കളറായിരുന്നു. ഓക്കെ. ഇത് ഞാൻ പോലും അറിയാതെ എൻ്റെ ഫോൺ എടുത്ത് മീൽക്കുട്ടി ചെയ്ത വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ പുതിയ കാർ സീറ്റാണ് ആ പോകുന്നത്. നമുക്ക് പുതിയ കാർ സീറ്റ് തന്നു. പുതിയ കാർ സീറ്റ് ഉണ്ണിക്ക് കിട്ടിയിട്ടുണ്ടോണ്ണി? എയർപോർട്ടിൽ നിന്ന് തന്നെ നമ്മുടെ കാർ സീറ്റ് അൺബോക്സിങ്. ഇതിലും വലുത് കൊണ്ടുവന്നില്ല അവരുടെ. നമ്മൾ ഇത് മതി, ഞങ്ങൾ ഇതുകൊണ്ട് തൃപ്തി അടങ്ങാന്ന് പറഞ്ഞു. Okay, we can put Amma. We can put you at some Amma. What about here? What about here? Okay. ഞങ്ങൾ ടാക്സി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നേരെ വീട്ടിലേക്ക്. 1 മാസമായി വീട്ടിൽ നിന്ന് പോന്നിട്ട്. അപ്പോൾ അതിൻ്റേതായ പരിപാടികളൊക്കെ വീട്ടിൽ പോയാൽ ഉണ്ടാക്കും. ഈ വെളിച്ചം കാണുന്ന പോലെയല്ല, രാത്രി ആയിട്ടുണ്ടായിരുന്നു. വേഗം ചെന്ന് മീൽക്കുട്ടിക്ക് നല്ല വിശപ്പുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ മാഗി ഉണ്ടാക്കി. അതിനുശേഷം ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. ചോളഭട്ടൂരയായിരുന്നു ഓർഡർ ചെയ്തത്. ഇപ്പം ഞങ്ങളുടെ 3 ആളുടെയും ഇഷ്ട ഭക്ഷണമാണത്. പിന്നീട് മിഴിക്ക് ടെമൂന്ന് ഒരു ടോയ് ഞങ്ങൾ പോകുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ ഓർഡർ ചെയ്ത് വെച്ചിരുന്നു. അത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്കത് ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് പ്രജേട്ടൻ കൊടുക്കുകയാണ്. ഗിഫ്റ്റാ? ഗുഡ് ഗേൾ അതിനുള്ള ഗിഫ്റ്റാണോ? What is this? What is this? What is this? Yeah. Open Jia.
കൊച്ച ഓർഡർ ചെയ്താണ് അന്നേ. ഉണ്ണി ഓർഡർ ചെയ്യാൻ പറഞ്ഞില്ലേ? എന്തിനാ? അച്ഛനത് ഫിക്സ് ചെയ്തിട്ട് ഉണ്ണിക്ക് ഇത് ചെയ്താൽ പോരെ? നോ, ഓക്കെ അമ്മ ഓപ്പൺ ചെയ്തുതരാം. മിഴി എന്തായാലും നല്ല ഹാപ്പിയായി. നല്ല ഭംഗിയുള്ള ഒരു ടോയ് ആയിരുന്നു കേട്ടോ. ഡക്ക് ഇങ്ങനെ ചാടി ചാടി പോകുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഞാൻ കുറച്ചുകൂടി ബാക്കിലിരുന്ന് നല്ല മുഴുവൻ കാണാം. ഇന്നത്തെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരേക്കും ബായ്.